ജയ ശ്രീ രാധേ കൃഷ്ണ. എല്ലാവർക്കും ഗോവിന്ദത്തിലേക്ക് സ്വാഗതം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഭഗവാൻ കൃഷ്ണന്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ അതിന്റെ തുടക്കത്തിലെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ഇനി അതിന്റെ തുടർച്ച നമുക്ക് കേൾക്കാം. ആത്മീയമായ അറിവിന്റെ ഉജ്ജ്വല തേജസ്സുള്ള അവതാരമായിരുന്നു ഭഗവാൻ കൃഷ്ണൻ. അവതരിച്ച ഉടനെ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് എന്താണെന്നോ? എന്നെ നിങ്ങൾ സ്നേഹിച്ചോളൂ, പക്ഷേ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യരുതെന്നാണ്. തളർന്നു കിടന്ന അർജുനനെ കുരുക്ഷേത്ര ഭൂമിയിൽ സടകുടഞ്ഞുണർത്തി കർമ്മധീരനാക്കി ധർമ്മത്തിന്റെ വിജയത്തിനു വേണ്ടി അർജുനനെ പാകപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഗീത ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ്. ജീവിത മൂല്യങ്ങളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം. ജീവിതത്തിൽ വളരെ രസികനായി ജീവിച്ച് ആടിയും പാടിയും കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പോലും വെണ്ണ കട്ടുതിന്നും ഗോപി ഗോപന്മാരുടെ അടുത്ത് കുറുമ്പുകാട്ടിയും ഒക്കെ നടന്ന പൊന്നുണ്ണികൃഷ്ണൻ. ഓരോ നിമിഷവും മറ്റുള്ളവരുടെ മനസ്സിനെ കൈപിടിച്ചുയർത്തിയ അവതാരം. ആ ഭഗവാൻ പറഞ്ഞത് ജീവിതം ദുഃഖിക്കാനുള്ളതല്ല, ജീവിതത്തിൽ ദുഃഖിക്കരുതെന്നാണ്, തളരരുതെന്നാണ്, ഏറ്റവും സന്തോഷത്തോടെ ആസ്വദിച്ച് ജീവിക്കണമെന്നാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, ജീവിക്കാനുള്ള ധനം ചിലപ്പോൾ ഇല്ലാതെ തന്നെ വരാം. പക്ഷേ ഇതൊന്നും മനസ്സിനെ അലട്ടി അതിനെ ഓർത്ത് സമയം കളയരുത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കേൾക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രായോഗികമായി ചെയ്യാൻ അത് വളരെ പാടാണ്. പക്ഷേ അതിന് മനസ്സിനെ പാകപ്പെടുത്തി എടുത്തു നോക്കൂ, നമുക്കൊരു വിഷമവും ഉണ്ടാകില്ല. ജീവിതത്തിൽ ആ രീതിയിൽ മനസ്സിനെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു അവതാരമായിരുന്നു ഭഗവാൻ കൃഷ്ണൻ. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? സന്തോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെയുള്ളൊരു മനസ്സ്, കഴിവ് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ? ആരും കൂടെ ഉണ്ടായിക്കോട്ടെ, ആരും കൂടെ ഇല്ലാതിരുന്നോട്ടെ, ആരോഗ്യം ഉണ്ടാവട്ടെ, ആരോഗ്യമില്ലാതിരിക്കട്ടെ, ധനമുണ്ടായിക്കോട്ടെ, ധനമില്ലാതിരിക്കട്ടെ. പക്ഷേ ഇതൊക്കെയാണെങ്കിലും എന്റെ ജീവിതത്തിൽ ആനന്ദമായിട്ടായിരിക്കുമെന്ന് ഞാൻ ഇരിക്കുക എന്നാഗ്രഹിക്കുന്ന കുറച്ചു പേരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? അനുകൂലമായാലും പ്രതികൂലമായാലും ആ അവസ്ഥ ഒന്നും എന്റെ മനസ്സിനെ ബാധിക്കില്ല എന്ന് ആ രീതിയിൽ മനസ്സിനെ വാർത്തെടുത്ത അവതാരമായിരുന്നു കൃഷ്ണൻ. പ്രസവിച്ചയുടനെ സ്വന്തം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മാറ്റി. എന്നിട്ടും അദ്ദേഹം കരഞ്ഞില്ല. വേറൊരു സ്ഥലത്തു പോയി അവിടെ അദ്ദേഹത്തിൻ്റെതായ ഒരു ലോകമുണ്ടാക്കി. കൃഷ്ണൻ അവതരിക്കുന്നത് ഉത്തർപ്രദേശിലെ മധുരയിലാണ്. ഉഗ്രസേന ചക്രവർത്തിയുടെ കൊട്ടാരം എന്ന് കേട്ടിട്ടില്ലേ? ചക്രവർത്തിയുടെ സഹോദരനായിരുന്നു ദേവകൻ. ദേവകന്റെ മൂത്ത പുത്രിയായിരുന്നു ദേവകി. ദേവകിയുടെ വിവാഹപ്രായമായപ്പോൾ യാദവ കുലത്തിലെ ശൂരസേന രാജാവിന്റെ മകനായ വസുദേവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹശേഷം രഥത്തിൽ സ്വന്തം ഗൃഹത്തിലേക്ക് പോകുകയായിരുന്നു വസുദേവരും ദേവകിയും. ദേവകിയുടെ പിതാവായ ദേവകൻ പുത്രി വാത്സല്യ നിമിത്തം ഒരുപാട് സ്വർണ്ണനിർമ്മിതമായ നൂറുകണക്കിന് രഥങ്ങൾ നൽകിയിരുന്നു. സഹോദരിയായ ദേവകിയെ സന്തോഷിപ്പിക്കാനായി ഉഗ്രസേന പുത്രനായ കംസനായിരുന്നു തേർത്തളിച്ചിരുന്നത്. വൈദിക സമ്പ്രദായം അനുസരിച്ച് വിവാഹശേഷം സഹോദരിയെയും ഭർത്താവിനെയും അവരുടെ ഗൃഹത്തിലേക്ക് എത്തിക്കേണ്ടത് സഹോദരനാണ്. നവവധുവിന് സ്വന്തം ഗൃഹത്തിൽ നിന്നുള്ള വേർപാട് ദുഃഖകരമായതുകൊണ്ടാണ് ഭർതൃഗൃഹം വരെ സഹോദരനൊപ്പം പോകുന്നത്. ദേവകൻ മകൾക്ക് കൊടുത്തത് ഇപ്രകാരമായിരുന്നു: സ്വർണമാലകൾ കൊണ്ട് അലങ്കരിച്ച 400ഓളം ആനകൾ, സർവാലങ്കൃതമായ 15,000 കുതിരകൾ, 18,000 രഥങ്ങൾ, കൂടാതെ മകളോടൊപ്പം പോകാൻ 200 സുന്ദരികളും. ക്ഷത്രിയ വിവാഹത്തിന് വധുവിനോടൊപ്പം അവളുടെ ഏതാനും തോഴികളെയും കൂട്ടി അയക്കുക എന്നത് സമ്പ്രദായം. തോഴികളെയും കൂട്ടി അയക്കുക എന്ന സമ്പ്രദായം ഇന്നും ഇന്ത്യയിൽ നിലവിലുണ്ട്. വധൂവരന്മാരുടെ അകമ്പടിയായി ധാരാളം വാദ്യമേളങ്ങൾ മുഴങ്ങിയിരുന്നു. ശംഖനാദം, കാഹളഭേരീരവം, മദ്ദളധ്വനി, അങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ ഘോഷയാത്ര നല്ല ആഘോഷകരമായിരുന്നു. നല്ല ആകർഷകമായ രീതിയിൽ അത് മുന്നോട്ട് നീങ്ങി. കംസനായിരുന്നു സാരഥി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആകാശത്തിൽ നിന്നും ഒരശരീരി അത് കംസനോടായി പറഞ്ഞു: കംസ, നീ ഒരു പമ്പര വിഡ്ഢിയാണ്. സ്വന്തം സഹോദരിയുടെയും ഭർത്താവിന്റെയും തേർത്തെളിക്കുന്നു.
നീ അറിയുന്നില്ല ഇതേ സഹോദരിയുടെ 8ാമത്തെ പുത്രനാണ് നിന്നെ വധിക്കാൻ പോകുന്നതെന്ന്. ഭോജവംശത്തിലെ ഉഗ്രസേനന്റെ മകനാണ് കംസൻ. ഭോജവംശത്തിലെ ഏറ്റവും നിഷ്ഠൂരനായ അസുര രാജാവാണ് കംസനെന്ന് പരക്കെ അറിയപ്പെട്ടിരുന്നു. ആകാശത്തു നിന്നുള്ള ഈ പ്രവചനം കേട്ടയുടൻ അയാൾ ദേവകിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് അവളെ വധിക്കുവാൻ വേണ്ടി വാളുയർത്തി. കംസന്റെ പെരുമാറ്റത്തിൽ വസുദേവർ അമ്പരന്നു. നാണം കെട്ട ഭാര്യാ സഹോദരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മഹത്തായ കാരണങ്ങൾ പ്രമാണങ്ങൾ സഹിതം വസുദേവര് പറയാൻ തുടങ്ങി. ഭോജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവാണങ്ങ്. ഏറ്റവും വലിയ യുദ്ധവീരനും ശൂരപരാക്രമിയുമായ രാജാവാണങ്ങ് എന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം. ഒരു സ്ത്രീയെ, അതും താങ്കളുടെ സ്വന്തം സഹോദരിയെ, വിവാഹദിനത്തിലെ മംഗളകരമായ മുഹൂർത്തത്തിൽ വധിക്കുവാൻ ഒരുങ്ങുന്നത് എന്തിനാണ്? ഇത്രയും രോഷാകുലനായി കാണപ്പെടുന്നത് എന്തിനാണ്? അങ്ങ് മരണത്തെ എന്തിനിത്ര ഭയപ്പെടുന്നു? സ്വന്തം പിറവിയോടൊപ്പം നിങ്ങളുടെ മരണവും പിറന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് 25 വയസ്സായി എന്ന് കരുതുക. 25 വർഷം നിങ്ങൾ മരിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഓരോ നിമിഷവും നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ മരണത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? മരണം ഇന്നോ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞോ സംഭവിക്കും. അത് നമുക്കൊരിക്കലും ഒഴിവാക്കാനാവില്ല. വാസ്തവത്തിൽ മരണമെന്ന വർത്തമാന പ്രസ്തുത ശരീരത്തിന്റെ നാശം മാത്രമാണ്. ഈ വർത്തമാന ശരീരത്തിന്റെ പ്രവർത്തനം നിലച്ചതിനു ശേഷം ഭൗതിക പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളുമായി കൂടിച്ചേരുന്ന നിമിഷത്തിൽ ജീവാത്മാവ് മറ്റൊരു ശരീരം കൈക്കൊള്ളും. പക്ഷേ ആ ശരീരം ജീവാത്മാവിന്റെ വർത്തമാന കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും. ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നായി ഈ പ്രക്രിയ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ശരീരങ്ങൾ മാറി മാറി ആത്മാവിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ശരീരം ഏതാണെന്ന് അധികാരപ്പെട്ടവർ തീരുമാനിക്കുമ്പോൾ ജീവാത്മാവ് അതിൽ ശരീരം മാറ്റുന്നു. ഇലപ്പുഴുക്കൾ ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക് മാറുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് കംസനെ വസുദേവര് ശാന്തനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സ്വന്തം സഹോദരിയോടെന്നല്ല, ഒരിക്കലും ആരോടും ഇങ്ങനെയൊന്നും സ്പർദ്ധ കാണിക്കരുതെന്ന് വസുദേവര് കംസനോട് അപേക്ഷിച്ചു. ആരോടും അസൂയയും രോഷവും ഒന്നും പ്രകടിപ്പിക്കരുതെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇഹലോകത്തിലും പരലോകത്തിലും യമരാജാവിന്റെ അടുത്ത് നിൽക്കുമ്പോഴുമൊക്കെ ഭയം തോന്നുന്നതിന്റെ ഏക കാരണം അസൂയയാണ്. വിവാഹമംഗള മുഹൂർത്തത്തിൽ ഇളയ സഹോദരി സഹോദരന്മാരെ മക്കളെപ്പോലെ സംരക്ഷിക്കേണ്ടതാണ്. എല്ലാം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് താങ്കൾ ദേവകിയെ വധിക്കുകയാണെങ്കിൽ അത് താങ്കളുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുമെന്ന് വസുദേവര് പറഞ്ഞുകൊടുത്തു. ഇത്രയുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും കംസൻ അതിന് വഴങ്ങിയൊന്നുമില്ല. കാരണം കംസന്റെ കൂട്ടുകെട്ട് മുഴുവൻ ആസുരമായിരുന്നു. എന്ന് പറഞ്ഞാൽ അസുരന്മാരുമായിട്ടായിരുന്നു. ആസുര സംസർഗം മൂലം കംസനും ഒരു അസുരനായി തീർന്നു. ശ്രേഷ്ഠമായ രാജകുടുംബത്തിൽ ജനിച്ചാലും അസുരൻ ഒരിക്കലും സതുപദേശങ്ങൾ ചെവിക്കൊള്ളാൻ തയ്യാറാവില്ല. സ്വഭാവേണ നാസ്തികനോ അസുരനോ ആയ ഒരാൾക്ക് സതുപദേശങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല, അതെത്ര തന്നെ ആധികാരികമായാലും. അതാണ് ദേവന്മാരെയും അസുരന്മാരെയും വ്യത്യസ്തരാക്കുന്നത്. സതുപദേശങ്ങൾ സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കഴിയുന്നവരാണ് ദേവന്മാർ. എങ്കിലോ സതുപദേശങ്ങൾ സ്വീകരിക്കാത്തവരോ അസുരന്മാരും. കംസനെ ശാന്തനാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട വസുദേവർ തന്റെ പത്നിയെ രക്ഷിക്കാൻ വേണ്ടി എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതെയായി. ആപത്ത് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആവുന്നത്ര ആപത്തൊഴിവാക്കാനാണ് ബുദ്ധിയുള്ളവർ ശ്രമിക്കുക, അല്ലേ? എന്നാൽ അപകടം നിറഞ്ഞ അവസ്ഥ ഒഴിവാക്കാൻ സമർത്ഥമായി നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടാൽ അയാളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി പറയാൻ കഴിയില്ല. കംസൻ അങ്ങേയറ്റം ഒരു പാപിയായിരുന്നിട്ടുകൂടി വസുദേവര് തന്റെ പത്നിയെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ചതിനു ശേഷം വസുദേവർ വീണ്ടും തികഞ്ഞ ആദരവോടുകൂടി കംസനോട് സംസാരിക്കാൻ തുടങ്ങി. ചിലപ്പോൾ വസുദേവരെ പോലെയുള്ള പുണ്യാത്മാക്കൾക്ക് കംസനെ പോലെയുള്ള പാപികളെ സ്തുതിവചനങ്ങൾ കൊണ്ട് ആദരിക്കേണ്ടി വരാറുണ്ട്. അതാണ് ശരിക്കും നയതന്ത്രത്തിന്റെ മാർഗം. വസുദേവര് അത്യന്തം ദുഃഖിതനായിരുന്നു. എങ്കിലും പുറമേ ഉല്ലാസവാനായി നടിച്ചു. അദ്ദേഹം തുടർന്നു, പ്രിയപ്പെട്ട കംസ, സഹോദരിയിൽ നിന്ന് അങ്ങേക്ക് അപകടമൊന്നുമില്ലെന്ന് മനസ്സിലാക്കുക. ആകാശത്ത് നിന്ന് അശരീരി കേട്ടതുകൊണ്ടാണല്ലോ അങ്ങ് ആപത്ത് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആപത്ത് അങ്ങയുടെ സഹോദരി പുത്രന്മാരിൽ നിന്നാണ്. എന്തായാലും ഇപ്പോൾ ആ പുത്രന്മാർ ജനിച്ചിട്ടില്ലല്ലോ. മാത്രവുമല്ല, ഭാവിയിൽ പുത്രന്മാർ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും ആർക്കറിയാം. തൽക്കാലം അങ്ങ് തീർച്ചയായും സുരക്ഷിതനാണ്. സഹോദരിയിൽ നിന്ന് അങ്ങേക്ക് ആപത്ത് വരുമെന്ന് ഭയക്കേണ്ടതില്ല.
അവൾക്ക് പുത്രന്മാർ ഉണ്ടായാൽ അവരെയെല്ലാം ഉടൻ തന്നെ ഞാൻ അങ്ങയെ സമർപ്പിച്ചു കൊള്ളാമെന്ന പ്രതിജ്ഞ വസുദേവർ കംസന് നൽകി. വസുദേവരുടെ വാക്കിന്റെ വില കംസന് നന്നായി അറിയാം. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ വാദഗതി കംസന് നന്നായി ബോധ്യപ്പെട്ടു. സഹോദരിയെ ഹീനമായി വധിക്കുക എന്ന നിഷ്ഠൂര കൃത്യത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് കംസൻ പിന്തിരിഞ്ഞു. വസുദേവർക്ക് വളരെ സന്തോഷമായി. കംസനെ വാനോളം പുകഴ്ത്തി അദ്ദേഹം സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. കാലം പോകുന്തോറും വസുദേവർക്ക് 8 പുത്രന്മാരും ഒരു പുത്രിയും ജനിച്ചു. 1ാമത്തെ പുത്രൻ പിറന്നപ്പോൾ വസുദേവർ തന്റെ പ്രതിജ്ഞ പാലിച്ചു. വസുദേവർ അങ്ങേയറ്റം ശ്രേഷ്ഠനായിരുന്നു, ഒപ്പം വാക്കുപാലിക്കുന്നതിൽ പ്രസിദ്ധനുമായിരുന്നു കേട്ടോ. തന്റെ ആദ്യ സന്താനത്തിനെ കംസന്റെ കയ്യിൽ കൊടുക്കുന്നത് വളരെയധികം വേദനാജനകമായിരുന്നിട്ടുകൂടി കുഞ്ഞിനെ സ്വീകരിക്കുന്നത് കംസന് വളരെ സന്തോഷകരമായിരുന്നു. എന്നാൽ വസുദേവരുടെ ഈ പെരുമാറ്റം മൂലം കംസന് മനസ്സിൽ കുറച്ച് അലിവൊക്കെ തോന്നി തുടങ്ങി. വസുദേവരുടെ പ്രവൃത്തിയിൽ കംസൻ സംതൃപ്തനായി. തന്റെ പ്രതിജ്ഞാപാലനത്തിൽ അയാൾ അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹത്തെക്കുറിച്ച് ഉള്ളിൽ സന്തോഷവും കാരുണ്യവും ഒക്കെ തോന്നി തുടങ്ങിയ കംസൻ വസുദേവരോട് ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട വസുദേവരെ, എനിക്ക് ഈ കുട്ടിയെ വേണ്ട. ഈ കുട്ടിയെ കൊണ്ട് എനിക്കൊരു ആപത്തുമില്ല. നിനക്കും ദേവകിക്കും ജനിക്കുന്ന 8ാമത്തെ പുത്രനാണല്ലോ എന്നെ വധിക്കും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് ആവശ്യമില്ലാതെ ഈ കുട്ടിയെ സ്വീകരിക്കുന്നത്? തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളൂ. അങ്ങനെ പറഞ്ഞ് കംസൻ കുട്ടിയെ വസുദേവർക്ക് തിരിച്ചു കൊടുത്തു. ആ ഇടയ്ക്കാണ് നാരദമുനി കംസന്റെ കൊട്ടാരത്തിൽ എത്തുന്നത്. വസുദേവരുടെ ആദ്യത്തെ കുട്ടിയെ തിരികെ കൊടുത്ത വാർത്ത നാരദ മഹർഷി കേട്ടറിഞ്ഞിരുന്നു. എത്രയും വേഗം കൃഷ്ണാവതാരത്തിന് വേഗം കൂട്ടുക എന്നതായിരുന്നു നാരദന്റെ ലക്ഷ്യം. അതിനാൽ നന്ദമഹാരാജാവും ഗോപന്മാരും ഗോപികമാരും വൃന്ദാവനത്തിലെ ഗോപന്മാരുടെ ഭാര്യമാരും, മറുവശത്ത് വസുദേവര്, പിതാവ് ശൂരസേനൻ, യദുവംശത്തിലെ വൃഷ്ണികുലത്തിൽ പിറന്ന ബന്ധുജനങ്ങൾ കൃഷ്ണാവതാരത്തിന് സ്വീകരണം നൽകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്ത നാരദര് കംസനെ ധരിപ്പിച്ചു. ഈ കുടുംബങ്ങളിലെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അഭ്യുദയകാംക്ഷികൾ, ഇപ്പറഞ്ഞ കുടുംബത്തിൽ പിറക്കാൻ പോകുന്ന ദേവന്മാർ എന്നിവരെയൊക്കെ കുറിച്ച് കരുതലോടെ ഇരിക്കണമെന്നും കംസന് നാരദര് മുന്നറിയിപ്പ് നൽകി. കംസനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഉപദേശം നൽകുന്നവരുമൊക്കെ അസുരന്മാരായിരുന്നതിനാൽ അവർക്ക് എപ്പോഴും ദേവന്മാരെ ഭയമാണ്. വിവിധ കുടുംബങ്ങളിൽ ദേവന്മാർ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു എന്ന് നാരദരിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ കംസൻ ജാഗരൂകനായി. ദേവന്മാർ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരത്തിന് ഇനി അധികം താമസമില്ല എന്ന് കംസന് ബോധ്യമായി. ഉടൻ തന്നെ അയാൾ ദേവകിയെയും ഭർത്താവായ വസുദേവരെയും ബന്ധനസ്ഥരാക്കി കാരാഗൃഹത്തിൽ അടച്ചു. ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട കാരാഗൃഹത്തിൽ കഴിഞ്ഞിരുന്ന വസുദേവർക്കും ദേവകിക്കും വർഷം തോറും ഓരോ ആൺകുട്ടികൾ ജനിച്ചു. ഈ കുട്ടികൾ ഓരോന്നും വിഷ്ണുവിന്റെ അവതാരമെന്ന് സംശയിച്ച കംസൻ അവരെ ഓരോരുത്തരെയും നിഗ്രഹിച്ചു. 6 കുട്ടികളുടെയും മരണമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് ദേവകിയുടെ മനസ്സിനെ പുറത്തു കൊണ്ടുവരാൻ വസുദേവര് ഏറെ പാടുപെടേണ്ടി വന്നു. 8ാമത്തെ പുത്രനെയായിരുന്നു കംസന് കൂടുതൽ ഭയം. എന്നാലും നാരദരുടെ സന്ദർശനത്തെ തുടർന്ന് ഇവരിൽ നിന്ന് ഏത് ശിശുവും കൃഷ്ണനായിരിക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ കംസൻ എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ദേവകിക്കും വസുദേവർക്കും ജനിച്ച എല്ലാ കുട്ടികളെയും ഹനിക്കുക തന്നെയാണ് നല്ലതെന്ന് കംസൻ തീരുമാനിച്ചു. നാരദമുനിയുടെ അനുഗ്രഹത്താൽ കംസന് തന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് അറിവ് ലഭിച്ചിരുന്നു. പൂർവ്വജന്മത്തിൽ താൻ കാലനേമി എന്ന അസുരനായിരുന്നെന്നും വിഷ്ണു ഭഗവാനാണ് തന്നെ നിഗ്രഹിച്ചതെന്നും അയാൾ മനസ്സിലാക്കിയിരുന്നു. ഭോജകുലത്തിൽ പിറവിയെടുത്തപ്പോൾ മുതൽ യദുവംശത്തിന്റെ കടുത്ത ശത്രുവാകാൻ തന്നെ അയാൾ തീരുമാനിച്ചിരുന്നു. ആ വംശത്തിലാണ് ഇനി ഭഗവാൻ കൃഷ്ണൻ ജനിക്കാൻ പോകുന്നത്. പൂർവ്വജന്മത്തിലെ പോലെ തന്നെ കൃഷ്ണൻ തന്നെ നിഗ്രഹിക്കുമെന്ന് അയാൾ ഭയപ്പെട്ടിരുന്നു. ഹരേ കൃഷ്ണ. ഇന്നത്തെ അധ്യായം ഇതോടെ അവസാനിക്കുന്നു. അടുത്ത അധ്യായത്തിൽ നമുക്ക് ഇതിന്റെ തുടർച്ച തന്നെ കേൾക്കാം. ഭഗവാൻ കൃഷ്ണന്റെ അവതാരവും ദേവന്മാർ ചെയ്യുന്ന പ്രാർത്ഥനകളെക്കുറിച്ചും അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.